ഹലോ ഗായ്സ്, റീടെക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് രജനീകാന്തിന്റെ കൂലിയാണ്. ഇപ്പം കൂലി എന്ന സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയല്ലോ. അപ്പൊ അതിനെ പറ്റി സംസാരിക്കും. ട്രെയിലറിനെ പറ്റി പറയുകയാണെങ്കിൽ ലോകേഷ് കനകരാജിന്റെ മുമ്പ് ഇറങ്ങിയ 2 സിനിമയുടെ ട്രെയിലർ വെച്ച് നോക്കുമ്പോൾ ഒരു പടി താഴെയാണ് കൂലിയുടെ ട്രെയിലർ. കാരണം മറ്റേത് രണ്ടിലും ഒരു വാവ് എഫക്റ്റ് ഉണ്ടായിരുന്നു. വിക്രമിന്റെ ട്രെയിലർ നമ്മൾ കാണുമ്പോൾ തന്നെ ആയാലും ലിയോയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ആയാലും ഒരു വാവ് എഫക്റ്റ് ഉണ്ട്. പക്ഷെ കൂലിക്ക് അത്രത്തോളം എത്തിയിട്ടില്ല. അത് ചിലപ്പം പുള്ളി ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തയാവാം. എന്നുവെച്ചാൽ ഇപ്പം ലിയോയ്ക്ക് പറ്റിയൊരു ഇതുണ്ടല്ലോ, ഹൈപ്പ് അത്ര ഹൈപ്പിൽ നിന്ന് അപ്പൊ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് പടത്തിന് കിട്ടിയത്. അപ്പം അതുകൊണ്ടൊക്കെ ആവാം പുള്ളി ഇതില് ഒന്ന് താഴ്ത്തി പിടിച്ചിട്ടാണ് ഇതിന്റെ ട്രെയിലർ ഇറക്കിയിരിക്കുന്നത്. കാരണം പടം എ സർട്ടിഫിക്കറ്റ് ആണല്ലോ. പുള്ളിയുടെ നേരത്തെ 2 സിനിമ അപേക്ഷിച്ച് ഇതൊരു എ സർട്ടിഫിക്കറ്റ് മൂവിയാണ്. അപ്പൊ മേ ബി ബ്ലഡ് വാറ് അത് കൂടുതലായിരിക്കാം, ഫൈറ്റ് കൂടുതലായിരിക്കാം. മറ്റേ സിനിമകളെ കാട്ടി കൂടുതലായിട്ട് എന്തുവാ ബ്ലഡ് കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും എ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അതൊന്നും ട്രെയിലറിൽ അത്ര പക്കയായിട്ടില്ല. പക്ഷെ ഇതിനകത്ത് ആ മൾട്ടി സ്റ്റാർ ഉണ്ടല്ലോ, അത്ര ആൾക്കാരെ കൊണ്ടെടുത്തേക്കുന്ന, എക്സ്പെഷ്യലി അമീർ ഖാനെ കൊണ്ട് പ്ലേസ് ചെയ്തേക്കുന്ന റോളുണ്ട്, ഒരു സ്വാഗ് ഉണ്ട് പുള്ളിക്കൊരു. അതുപോലെ തന്നെ മറ്റേ അതും മൾട്ടി ഇവിടുന്ന് പുള്ളി പിക്ക് ചെയ്തേക്കുന്ന ആൾക്കാരെ, ഒറ്റ ഇൻഡസ്ട്രി എന്നല്ലല്ലോ. മറ്റേ മോണിക്ക പാട്ടില് സൗബിൻ സ്കോർ ചെയ്ത്, അപ്പൊ സൗബിന്റെ ഇത്, അതുകൂടാതെ ഉപേന്ദ്ര, നാഗാർജുന പോലുള്ള നല്ല ആക്ടേഴ്സിനെ കൊണ്ടുവന്നാണ് എടുത്തത്. അവരെയൊക്കെ പൊട്ടൻഷ്യലി പുള്ളി അത്രയും എടുത്തത്. ഈ നാഗാർജുനയുടെ കാര്യം തന്നെ പുള്ളി ഒരു ഇന്റർവ്യൂ പറഞ്ഞുകൊണ്ട് പുള്ളിയെ കൺവിൻസ് ചെയ്യാനാണ് കൂടുതൽ സമയം എടുത്തേക്കുന്നത്. അപ്പൊ അത്രത്തോളം ഇമ്പാക്ട് ഉള്ള റോളായിരിക്കും അദ്ദേഹത്തിന്റെ. ഡയറക്ടറിന് ഇന്ന ആളത് കിട്ടിയാൽ കൊള്ളാമെന്ന് കാണുമല്ലോ. അപ്പം അതിൽ നിന്ന് തന്നെ രജനീകാന്തിന്റെ സിനിമ അതിൽ ഇത്രയും ആൾക്കാർ സ്കോർ ചെയ്യാനും ഈ ഒരു സിനിമയ്ക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റിയാണ്. കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് ആൾക്കാർക്ക് കൂടുതലായിട്ട് അവസരമുണ്ട്. പിന്നെ അതിനെ പറ്റിയുണ്ട്. കാരണം രജനീകാന്തിന്റെ ഒരു സിനിമയില് അങ്ങനെ അധികം ആരും വളരെ സ്കോർ ചെയ്യുന്നതല്ല. പക്ഷെ ഈ ഒരു സിനിമയെ സംബന്ധിച്ച് ഇത് ഒരു ഡയറക്ടർ ഫിലിം കൂടിയാണ്. കാരണം ഒരു ആക്ടറിന്റെ സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്നതിനെക്കാട്ടി കൂടുതൽ ഇപ്പൊ ഡയറക്ടറിന്റെ പേര് വെച്ച് സിനിമയ്ക്ക് പോകുന്നവരുണ്ട്. അത് വെച്ച് അതിന് ഈ ലോകേഷിന്റെ പങ്ക് വളരെ വലിയൊരു സംഭവം. ലോകേഷിന്റെ സിനിമ കാണാൻ പോവാം, പുള്ളിയുടെ സിനിമയാണ്, അതിന് ഇത്ര ഹൈപ്പ് കാണും, അതിൽ ആക്ടറിനെ നോക്കേണ്ട കാര്യമില്ല എന്ന് നമുക്ക് തോന്നും. അപ്പൊ അതിനെ പറ്റി എന്താണ് പറയുന്നത്? ഇപ്പം നീ പറഞ്ഞ ഇപ്പം നടന്റെ ഇത് വെച്ചല്ലായിരിക്കും, ഡയറക്ടറിന്റെ ഇത് വെച്ചായിരിക്കും തിയേറ്ററിൽ പോകുന്നത്. അപ്പം ഈ സിനിമയ്ക്ക് കൂടുതലും പേരും കാണാൻ പോകുന്നത് ഇത് LCU ആണോ അല്ലേന്ന് അറിയാൻ പോകുന്ന ഒരു വിഭാഗം ആൾക്കാർ കാണും. പക്ഷെ പുള്ളി ഓൾറെഡി റിവീൽ ചെയ്തത് LCU അല്ലാന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നും പറഞ്ഞ് ഇത് ചിലപ്പോൾ LCU ആവാം. കാരണം പുള്ളി അന്ന് ലിയോ ഇറങ്ങിയ സമയത്തും പുള്ളി LCU അല്ലാന്ന് പല സ്ഥലങ്ങളിലും അതിനെപ്പറ്റി ചോദ്യം ചോദിച്ചപ്പോൾ പുള്ളി മിണ്ടാതെയാണ് ഇരുന്നത്. പക്ഷെ ഇവിടെ ചോദ്യം ചോദിച്ചപ്പോൾ പുള്ളി അല്ലാന്ന് പറഞ്ഞു. ഈ പുള്ളി തന്നെ ബെൻസ് എന്നും പറഞ്ഞൊരു സിനിമ ഒരു പാരലൽ യൂണിവേഴ്സ് ആയിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറിനെ വെച്ച് തന്നെയാണ് സിനിമ ചെയ്യുന്നത്. അപ്പം പുള്ളി അങ്ങനെ ഒരു പാരലായിട്ട്, അതായത് LCU കൂടാതെ ഇപ്പൊ LCU വരുന്ന സിനിമകളായ വിക്രം, ലിയോ, പിന്നെ നമ്മുടെ കൈദി ഇതൊന്നും കൂടാതെ പുള്ളി വേറൊരു യൂണിവേഴ്സ് പാരലായിട്ട് ചെയ്തു വരുവാണ്. അപ്പം അതിൽ ചിലപ്പോ ഈ പടം വന്ന് കണക്ട് ആവാം. അതുമല്ലെങ്കിൽ അമീർ ഖാനെ വെച്ച് വേറൊരു പടം ചെയ്യൂന്ന് പുള്ളി പറയുന്നതായിട്ട് അങ്ങനെ ഒരു ഇത് നമ്മള് പുള്ളി തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നല്ല, അമീർ ഖാനെ വെച്ചൊരു പടം ചെയ്യുന്നുണ്ട്. അപ്പം അമീർ ഖാൻ ഈ പടത്തിലുണ്ട്. അപ്പം ചിലപ്പോ ഈ പടത്തിൽ ആ ക്യാരക്ടർ വെച്ചായിരിക്കും അമീർ ഖാന്റെ അടുത്ത പടം വരാൻ പോകുന്നത്. അങ്ങനെ ആകുമ്പോ ഇത് വേറൊരു യൂണിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. ഇനി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഒരു സിനിമ ക്യാരി ഓൺ ചെയ്യാൻ സ്ക്രീൻ അല്ലെങ്കിൽ ഒരു നടൻ ഇത്ര മിനിറ്റ് അതിനകത്ത് ചെയ്യണമെന്ന് ഒരു ഉദ്ദേശവും ഇല്ല. ഇപ്പൊ 30 മിനിറ്റ് സിനിമ നിന്നാലേ ആ സിനിമ പുള്ളിയെ കൊണ്ട് ക്യാരി ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മറ്റേ വിക്രത്തിനകത്ത് റോളക്സ് എന്ന കഥാപാത്രം അത്ര മിനിറ്റ് ലാസ്റ്റ് ആ ക്ലൈമാക്സിൽ വന്നിട്ടാണ് പുള്ളി അത്രയും സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ സ്ക്രീൻ പ്രസൻസ് അത്രയും കിട്ടിയത് ലാസ്റ്റ് കുറച്ച് സമയം കൊണ്ടുവന്ന ആ BGM ആയാലും ആ സ്വാഗ് ആയാലും പുള്ളി കൈകാര്യം ചെയ്തു. അതുപോലെ ഇതിനകത്ത് ആർക്കെങ്കിലും ചാൻസ് ആണ്? അല്ലെങ്കിൽ ഇതിനകത്ത് കൊണ്ടുവരാതിരുന്നോടല്ലേ? ഇതില് ഒരു റൂമർ ഉണ്ടായിരുന്നു, ഒരു മലയാളം നടന്റെ ഗസ്റ്റ് റോള് കാണും എന്നുള്ളൊരു റൂമർ വരുന്നുണ്ട്. എന്റെ പ്രതീക്ഷ അത് ചിലപ്പോ മോഹൻലാൽ ആവാനാണ് സാധ്യത. എന്ത് സിനിമ പറഞ്ഞാലും മോഹൻലാൽ അല്ല, മലയാളത്തുണ്ട് ചിലപ്പം മോഹൻലാൽ മാറി ചിലപ്പം ഫഹദ് ഫാസിൽ ആവാനും സാധ്യതയുണ്ട്. കാരണം ഈ സൗബിന്റെ റോള് ഫഹദ് ചെയ്യാതിരുന്നയാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പം ചിലപ്പം ഇതില് ചെറിയൊരു ഗസ്റ്റ് റോള് ചിലപ്പം വേറൊരു ക്യാരക്ടർ നമ്മളിപ്പോ ഇതിൽ ഇപ്പം വിക്രമി റോളക്സ് ഉണ്ടെന്ന് അറിയുന്നത് ലാസ്റ്റ് ആണല്ലോ.
അതേ കണക്ക് തന്നെ ഈ യൂണിവേഴ്സിലെ വേറൊരു കഥാപാത്രത്തെ അവസാനം കൊണ്ടുവരാം. ഒരു മലയാളത്തിലുള്ള മലയാളത്തിലെ മുൻനിര നായകന്മാരിൽ ഒരാളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന മോഹൻലാലിനെയാണ്. അത് ഫഹദ് ഫാസിലും ആവാം, ഇത് വെച്ച് ഫഹദ് ഫാസിലും ആവാം. പിന്നെ പടം 14-ാം തീയതിയാണ് ഇറങ്ങുന്നത്. ബാക്കിയെല്ലാം നമുക്ക് അന്ന് കണ്ടു മാത്രമേ അറിയാൻ പറ്റൂ. അത് LC ആണോ അതോ വേറൊരു യൂണിവേഴ്സ് ആണോ അല്ലേന്നുണ്ട്. ഈ വിക്രം സിനിമയില് കമൽഹാസൻ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് പുള്ളി ആ പടം ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊരു ഫാൻ ബോയ് ഒരു ഇഷ്ട നായകനെ വെച്ച് ഒരു സംവിധായകൻ ചെയ്യുന്നു. അതായത് എല്ലാ സംഭവം ഉണ്ട് ആ പടത്തില്. അപ്പൊ അതേ കണക്കായിരിക്കും ഈ രജനീകാന്തിന്റെ ഈ പടം. തീ എന്ന സിനിമയുടെ കുറച്ച് രംഗം ലാസ്റ്റ് 2-3 സെക്കൻഡിൽ വരുന്നുണ്ട്. പക്ഷെ അത് കുറച്ചു പേരെ എടുത്ത് മറ്റേ റിവീൽ ചെയ്യുന്ന പോലെ ഫോട്ടോഷോപ്പിലൊക്കെ ഇട്ട് മാറ്റി അതിന്റെ ലുക്ക് പുറത്തുണ്ട്. ആ ലുക്കും പഴയ സിനിമയിലെ ലുക്കും ഒന്നാണ്. ഈ വിക്രം സിനിമയിൽ പക്ഷേ നമ്മൾ പിന്നെയാണ് അറിയുന്നത്, പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പഴയ വിക്രമിന്റെ റെഫറൻസ് അതിൽ കാണിക്കുന്നത്. മറ്റേ ഓരോ കഥാപാത്രം പറയുമ്പോ ഏജന്റ്സിന്റെ കാര്യം പറയുന്നത്. പക്ഷെ ഇതില് ഈ ട്രെയിലറിൽ തന്നെ മറ്റേ ഫുൾ അങ്ങ് പഴയ മറ്റേ ഫിലിമിന്റെ കണക്ക് അങ്ങ് ആക്കി ആ ഒരു സീൻ കാണിക്കുമ്പോ അങ്ങ് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മറ്റേ ഇത് അതും ട്രാൻസിഷൻ പോലെ പഴയ അതിനകത്ത് പറയല്ല പഴയ ദേവയായിരുന്ന ഇങ്ങനെ സംഭവിക്കത്തില്ല. അപ്പൊ പുള്ളിക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. അതായിരിക്കും ഈ സിനിമ. ആ പടം ഞാൻ കണ്ടിട്ടില്ല, നീ കണ്ടിട്ടുണ്ടോ ആ പടം? അതൊന്ന് കാണണം. ചിലപ്പം അതിന്റെ ഒരു റെഫറൻസ് ആയിരിക്കുമല്ലോ ഈ പടം. അത് ഏകദേശം 45 വർഷത്തോളം ഡിഫറൻസ് ആണ് ഉണ്ട് ആ സിനിമയും ഈ ഒരു ഇതും തമ്മിൽ. പിന്നെ അത് കൂടാതെ ഇതിനകത്ത് സ്റ്റൺസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ ഇന്റർവ്യൂവിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. പുള്ളി പറഞ്ഞിരുന്നത് രജനീകാന്ത് ഡ്യൂപ്പ് ഉപയോഗിക്കുന്നില്ല, പുള്ളിയെ കൊണ്ട് തന്നെ മാക്സിമം. അപ്പൊ മേ ബി പുള്ളി ഇടിക്കുന്നില്ലായിരിക്കും, കൂടെ നിൽക്കുന്നവരായിരിക്കും ഇടി മൊത്തം ചെയ്യുന്നത്. അല്ല, അത് ഇടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം പുള്ളിയുടെ ഒരു സ്റ്റൈലുള്ളതായിരിക്കും. പിന്നെ ഇവിടെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞു പടത്തിന്റെ. പക്ഷെ ഇവിടെ ഒന്നും വലിയൊരു രീതിയിലുള്ള ഒരു പ്രൊമോഷനും കാര്യങ്ങളൊന്നും കാണാൻ. പ്രൊമോഷൻ കാര്യം പറയുമ്പോൾ സ്ക്രീൻ എത്ര സ്ക്രീനിലുണ്ട് സിനിമ, ഇത് കുറവാണ്. പുതിയ HM എന്ന് പറയുന്ന ഏതൊരു പുതിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അവരുടെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷൻ പോലാണ് കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ഗോകുലമൊക്കെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ മുൻനിര പ്രൊഡക്ഷൻ കമ്പനിയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഓഡിയോ ലോഞ്ച് ആയാലും ഇങ്ങോട്ട് തന്നെ മറ്റേ പ്രൊമോഷൻ പോലെ നിരവധി ഇപ്പം പ്രൊമോഷന്റെ ഒരു അനക്കവും ഇല്ല. ഈ സമീപകാലത്ത് ഇറങ്ങിയ എല്ലാ തമിഴ് സിനിമകളും തെലുങ്ക് സിനിമകളായ പോലും ഗോകുലം ഗോപാലനാണ് എടുത്ത് വിതരണം ചെയ്തിരിക്കുന്നത്. വളരെ നല്ല രീതിക്ക് തന്നെയാണ് അവർ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നത് തന്നെ. അവരെ ഇവിടെ കൊണ്ടുവന്ന് കൊച്ചിയിലും തിരുവനന്തപുരത്തുമായിട്ട് ഒരു ഇവന്റ് നടത്തുന്നു. പിന്നെ മാക്സിമം തിയേറ്ററുകളിൽ പടം റിലീസ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പം ഈ പടം ഗോകുലം ആയിരുന്നെങ്കിൽ ഇപ്പം ഈ ഒരു ടൈമിലല്ല ഇതിന്റെ ഒരു പ്രൊമോഷൻ ഏകദേശം തുടങ്ങിയ ഒരു പകുതി ആയേനെ. പക്ഷെ ഇപ്പം മറ്റേ പുതിയ ഇതായതുകൊണ്ട് അവരെന്ത് ഉദ്ദേശിക്കുന്നതെന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. എത്ര സ്ക്രീനിൽ പടം അവർ ഇറക്കും? അവര് 15 കോടിക്കാണ്ടാണ് റൈറ്റ്സ് കേരളത്തിലെ റൈറ്റ്സ് എടുത്തിരിക്കുന്നത്. അപ്പം അത് 15 കോടി എന്ന് പറയുമ്പം അവര് ചില്ലറക്കാരൊന്നുമല്ല. രജനീകാന്തിന്റെ ഒരു ഇതുണ്ടല്ലോ, സ്റ്റാർ ഉണ്ടല്ലോ, അതായിരിക്കും മേ ബി അവർ മാർക്കറ്റ് ചെയ്യുന്നത്. കാരണം രജനീകാന്തിന്റെ സിനിമ ഇവിടെ ഇപ്പൊ മാർക്കറ്റ് ചെയ്തില്ലേലും കാണാൻ പോകുന്നവർ പോകും. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞത് ലോകേഷിന്റെ സിനിമയാണ്. കഴിഞ്ഞ സിനിമയിൽ നിന്ന് പുള്ളി എന്താണ് മാറ്റം വരുത്തിയത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ അപ്ഡേറ്റ് പുള്ളി തന്നെ പറഞ്ഞ ലിയോ എനിക്ക് വിജയ് സാറിനെ വെച്ച് ഒരു സിനിമയെ കുറിച്ചാണ് ഞാൻ ഇത് തൃപ്തനല്ലെന്ന് പുള്ളി തന്നെ പറഞ്ഞു. അപ്പൊ ഈ സിനിമയ്ക്കകത്ത് അതിലും കുറച്ചുകൂടെ എന്തേലും കാണും, നല്ല രീതിയിൽ അത് ചെയ്യാൻ നോക്കും. അപ്പം ആ ഒരു പ്രതീക്ഷയോടെ പോകുന്നതായിരിക്കും കൂടുതൽ ആൾക്കാർ. രജനീകാന്ത് എന്നൊരു സ്റ്റാർട്ടം അല്ലെങ്കിൽ പുള്ളിയെ മാറ്റി നിർത്തിയ ലോകേഷിന്റെ സിനിമ അത് കാണാൻ പോകുന്നവരായിരിക്കും തോന്നിയ ആൾക്കാർ. ഇപ്പൊ ഈ രജനീകാന്തിന്റെ പടം കാണാൻ പോകുന്ന സ്ഥിരം ഒരു ഓഡിയൻസ്. ഇപ്പൊ നമ്മള് ഈ അടുത്തിറങ്ങിയ എല്ലാ പടങ്ങളും തിയേറ്ററിൽ പോയി കണ്ടു രജനീകാന്തിന്റെ. അപ്പൊ അതേ കണക്ക് ഇതില് ലോകേഷിന് ഒരു ഫാൻ ബേസ് ഉണ്ട്, അവരും വരും. പക്ഷെ ഈ മാക്സിമം തിയേറ്റർ ഇല്ലെങ്കിലുള്ള വിഷയം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ 1-2 തിയേറ്ററിലെ പടം ഇറങ്ങുന്നോളെങ്കിൽ അതൊരു നെഗറ്റീവാണ്. ഒരു ഗ്രാൻഡ് റിലീസ് എന്ന് പറയുന്നത് ഒരു 10-700 സ്ക്രീനിൽ വരണം. കാരണം ഇത് രജനീകാന്തിന്റെ പടം. നമ്മളിപ്പം അവിടുന്ന് വിജയുടെ പടമൊക്കെ വരുമ്പോൾ തന്നെ 600-700 സ്ക്രീനുകൾ ഇവിടെ റിലീസ് ചെയ്യും. ഗോകുലം ഗോപാലാണെങ്കിൽ എല്ലാ പടങ്ങളും ആ രീതിയാണ് റിലീസ് കൊണ്ടുവരുന്നത്. ഈ മാക്സിമം നമ്പർ ഓഫ് തിയേറ്ററിൽ റിലീസ് ചെയ്താൽ മാത്രമേ ആ ഒരു ഫസ്റ്റ് ഡേ ഇവിടുത്തെ ഒരു കളക്ഷൻ ഉണ്ടല്ലോ അതിലോട്ട് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം 300 സ്ക്രീനിലാണെങ്കിൽ ആ ഫസ്റ്റ് ഡേ കളക്ഷൻ കുറയും നല്ല രീതിക്ക്. ഇവിടെ മാക്സിമം ദിവസങ്ങൾ കൊണ്ട് ഇവിടുന്ന് ഒരു കളക്ഷൻ കിട്ടി
അതായത് ഈ ഡിസ്ട്രിബ്യൂട്ടർ സേഫ് ആവണം, പടത്തിനൊരു ഇപ്പൊ അങ്ങനെ കളക്ഷൻ ഒരു റെക്കോർഡായിട്ട് മാറിയല്ലോ, പടങ്ങൾക്കെല്ലാം ഇപ്പം കളക്ഷൻ നോക്കുന്ന കാലമാണ്. കളക്ഷന്റെ കാര്യവും ഡിസ്ട്രിബ്യൂഷന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് വന്നതാ. കൊമേഴ്ഷ്യൽ മൂവി ഉണ്ടല്ലോ തമിഴിൽ നിന്ന് വരുന്നത്, വൻ ഹൈപ്പോടെ കൊണ്ടുവരുന്ന ഒരു സിനിമ ഇവിടെ ഒന്നും ആയിട്ടില്ല. നമ്മൾ ഈ ട്രെയിലറിൽ എക്സ്പെഷ്യലി പറയേണ്ട ഒരു വ്യക്തിയാണ് സത്യരാജ്. കാരണം ഇതിനകത്ത് കാണിക്കുന്ന പുള്ളി എന്തോ ഒരു സയന്റിസ്റ്റ് പോലെ എനിക്ക് തോന്നിയത്, എന്തോ ഒരു സംഭവമൊക്കെയാണ് എനിക്ക് തോന്നിയത്. ആ ലാസ്റ്റ് കാണിക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ രജനീകാന്തിന്റെ, അതും പുള്ളിയായിട്ട് മേ ബി കണക്ട് ചെയ്യാം. അത്രയും ആക്ടേഴ്സിനെയും പുള്ളി കൊണ്ടുവന്ന് നിർത്തുന്നില്ല. അത് ലോകേഷിന്റെ ഒരു പ്രത്യേകതയാണ്. ലോകേഷിന്റെ പടങ്ങളിൽ വരുന്ന മറ്റ് ഇൻഡസ്ട്രി എന്നുള്ള നടന്മാർക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പുള്ളി സിനിമ ചെയ്യാറുള്ളത്. നമ്മുടെ ഇവിടുന്ന് ഫഹദ് ഫാസിലിനെ ആയാലും ഇപ്പൊ സൗബിനായാലും പിന്നെ ലിയോയില് മാത്യു ആയാലും കൊണ്ടുപോയിട്ട് നല്ല റോൾ കൊടുത്തിട്ടാണ് പുള്ളി. അതുകൊണ്ട് തന്നെ സത്യരാജിനും അത്യാവശ്യം ശ്രുതിഹാസൻ ഉണ്ട് അതിനകത്ത്. ശ്രുതിഹാസന്റെ അടുത്ത് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലേ, അപ്പ ഫ്രണ്ട് നിനക്ക് അപ്പായിരിക്കും എനിക്കിത് ഫ്രണ്ടാണ്. മേ ബി വിക്രത്തിന്റെ മോളായി കൂടെ. അങ്ങനെ ആവാം, സാധ്യതകളുണ്ട്. എന്തായാലും 14-ാം തീയതി നമുക്ക് എല്ലാത്തിന്റെയും ഉത്തരം നമുക്ക് 14-ാം തീയതി അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം പടം നമ്മൾ എന്തായാലും രാവിലെ ഫസ്റ്റ് ഷോ തന്നെ പോയി കാണും. അത് കണ്ടിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയില് ബാക്കി അതിന്റെ സംഭവം സസ്പെൻസ് പൊളിക്കാതെ ഞങ്ങൾ പറയുന്നതായിരിക്കും. അതായത് നമ്മുടെ ഒരു റിവ്യൂ വരുന്നുണ്ട്, അതായത് കൂലിയെ പറ്റി നമ്മുടെ ഒരു റിവ്യൂ, അതായത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഫസ്റ്റ് മൂവി റിവ്യൂ അത് കൂലിയെ പറ്റിയായിരിക്കും.